പാർക്കിംഗ് ഹാരിസ് കല്യാണിൻ്റെ പടമാണ് പാർക്കിംഗ്. അപ്പോൾ ഈ സിനിമ കണ്ടു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തപ്പോഴാണ് കണ്ടത്. ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. കാരണം ഈ പടം ഇറങ്ങിയ കാര്യമൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ ട്വിറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു പടം വരുന്ന കാര്യം അങ്ങനെ ഹാരിസ് കല്യാൺ വലിയൊരു സ്റ്റാർ അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ട് ഫേമസ് ആവാൻ ഈ പടം. സംഭവം ഈഗോയാണ്. രണ്ടാൾക്കാർ തമ്മിലുള്ള ഈഗോ വളർന്ന് ഭയങ്കര വലിയ ഒരു പ്രശ്നത്തിലോട്ട് കിടക്കത്തില്ല. അതായത് എക്സാമ്പിൾ അയ്യപ്പനും കോശിയും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടല്ലേ, ആ ഒരു തീമാണ് പടത്തിന്. അപ്പോൾ ഒരു വീട് മേളത്തെ നിലയിൽ ഹാരിസ് കല്യാണും ഭാര്യയും താമസിക്കുന്നു. താഴത്തെ നിലയിൽ എം എസ് ഭാസ്കറും കുടുംബവും താമസിക്കുന്നു. എം എസ് ഭാസ്കർ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. അതുപോലെ തന്നെ ഹാരിസ് കല്യാൺ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിൽ മേളിലും താഴെയും താമസിക്കുന്നു. അങ്ങനെ എം എസ് ഭാസ്കറിൻ്റെ ഒരു ബൈക്കുണ്ട്. ഹാരിസ് കല്യാൺ ഒരു പുതുതായിട്ടൊരു കാറ് വാങ്ങിച്ചിട്ട് ആ കാറ് കൊണ്ടുവന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുമോ. അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബൈക്ക് മുന്നോട്ടും പുറകോട്ടൊക്കെ എടുക്കണമെങ്കിൽ സ്ഥലം കുറവാണ്. അപ്പോൾ ആ വണ്ടി ഒരു ദിവസം രാത്രി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് കാറിനൊരു സ്ക്രാച്ച് വീഴും. അവിടെ ചെറിയൊരു പൊട്ടലും ചീറ്റലും തുടങ്ങുന്നതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. എം എസ് ഭാസ്കറിനെ ഞാൻ ഇതിനു മുമ്പും എൻ്റെ പല റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എം എസ് ഭാസ്കറിനെ പലർക്കും മലയാളികൾക്ക് അറിയത്തില്ലെങ്കിൽ അങ്ങനെ റേഞ്ച് എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മലയാളത്തിലെ നെടുമുടി വേണുവിൻ്റെ ഒരു തമിഴ് വേർഷനാണ് പുള്ളി. അമ്മാതിരി നടനാണ്, അതുപോലൊരു മികച്ച നടനാണ് എം എസ് ഭാസ്കർ. കാരണം ഞാൻ ചുമ്മാ വെറുതെ പറയുന്നില്ല, ഞാനൊരു തമിഴ് സിനിമ ഒരു 1980 ശേഷമുള്ള ഒരു 90% പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ തൂത്തുവാരി തമിഴ് പടം കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് പറയുകയാണ് എം എസ് ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ നടനാണ്, ഒരു രക്ഷയില്ലാത്ത നടനാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താനക്കാരനൊക്കെ ഒന്ന് കണ്ടു പോകണമെങ്കിൽ അടുത്തിടയ്ക്ക് ഇറങ്ങിയതാണ്. കോമഡിക്ക് കോമഡി, സീരിയസ് ആണെങ്കിൽ സീരിയസ്, ക്യാരക്ടർ എന്തും ചെയ്യാൻ ഒരു കഴിവുള്ള നടനാണ് എം എസ് ഭാസ്കർ. അമ്മാതിരി നടനാണ് പുള്ളി. ഇതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാരിസ് കല്യാണും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങളിൽ കണ്ട ടൈപ്പ് ക്ലൈമാക്സ് ആണ്. അത് ഒരു വിട്ട് പിടിച്ചിട്ട് ഇവർ വേറൊരു രീതിയിൽ അതിൻ്റെ ക്ലൈമാക്സ് എഴുതുമായിരുന്നെങ്കിൽ ഈ പടം വേറൊരു റേഞ്ച് ആയനെ. അതുവരെ നല്ല രസമാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇവരുടെ ഒരു ഈഗോയും റിവെഞ്ചും മൊത്തത്തിൽ നല്ലൊരു പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. അടുത്തിടയ്ക്ക് എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇതൊക്കെയാണ് പറയാനുള്ളത്. നല്ലൊരു പടം.